GM കോമേഴ്സിലേക്ക് സ്വാഗതം. ഇനി അടുത്ത കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ജേർണലിൽ എഴുതുന്നു, അവിടുന്ന് അത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നു. ലെഡ്ജറിലുള്ള അക്കൗണ്ടുകളെല്ലാം ക്ലോസ് ചെയ്ത് ബാലൻസ് ചെയ്ത് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ അക്കൗണ്ടിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴേ നമുക്ക് ചില പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഒരൈറ്റം പറയുന്നത് ഡിപ്രീസിയേഷനാണ്. എന്താണ് ഡിപ്രീസിയേഷൻ? തേയ്മാനമാണ്. ഇപ്പം നമ്മുടെ മെഷീനറിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് തേയ്മാനം വരും. ഉദാഹരണം പറഞ്ഞാൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് കെട്ടിടത്തിന് നമുക്ക് തേയ്മാനങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെ മെഷീനറിക്ക് തേയ്മാനം സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ തേയ്മാനം സംഭവിക്കുമ്പം നമുക്കതൊരു നഷ്ടമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മളൊരു 1,00,000 രൂപ കൊടുത്തൊരു മെഷീനറി മേടിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു 10%, അതായത് 10,000 രൂപ നമുക്ക് തേയ്മാനം വന്നു. അപ്പോൾ അങ്ങനെ 10,000 രൂപ തേയ്മാനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് 10,000 രൂപയുടെ നഷ്ടം വന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ നമ്മൾ ഉൾപ്പെടുത്തണം. അതിൽ ഒരൈറ്റമാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിപ്രീസിയേഷൻ, അതായത് തേയ്മാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയുള്ളൂ. അതിലൊന്നാമത്തേത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. അതായത് ഒരു നിശ്ചിത തുക നമ്മൾ ഓരോ വർഷവും കുറച്ചുകൊണ്ടിരിക്കും. അതായത് ഓരോ വർഷവും നമ്മൾ ഡിപ്രീസിയേഷനാക്കി കുറച്ചുകൊണ്ടിരിക്കും. ഇനി അടുത്തത് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. ഓരോ വർഷവും മെഷീനറിയുടെ വില കുറഞ്ഞു വരും. ഇനി അടുത്തത് ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ്, ദെൻ ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, റീവാലുവേഷൻ മെത്തേഡ്, മെഷീൻ അവർ മെത്തേഡ്. ഇങ്ങനെ കുറേ ഐറ്റം ഉണ്ട്. ഇത് ഓരോ ബിസിനസ്സിൻ്റെയും സ്വഭാവം അനുസരിച്ച് അധികാരികൾ ഏത് മെത്തേഡാണ് സ്വീകരിക്കേണ്ടത് എന്ന് അവർ തീരുമാനിക്കും. അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പം ഇത്രയും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം. നമ്മൾ കെട്ടിടം മെഷീനറി ഐറ്റത്തിനൊക്കെ തേയ്മാനം വരും. ആ തേയ്മാനം വരുമ്പോൾ ആ തേയ്മാനം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ലാഭനഷ്ട കണക്കിൽ അത് ചാർജ് ചെയ്യണം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡിപ്രീസിയേഷനൊക്കെ അതിൽ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതൊരു നഷ്ടമായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ഒരു ബിസിനസ് ലോസ് ആയിട്ടാണ് അതിനെ കാണുന്നത്. അതിൻ്റെ പല മെത്തേഡുകളുണ്ട്. അതിൽ ഓരോ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് ഓരോ മെത്തേഡാണ് ഓരോരുത്തരും സ്വീകരിക്കുന്നത്. ഇനി ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു അധ്യായവുമായി കാണാം. അതുവരേക്കും GM കോമേഴ്സിൻ്റെ പേരിൽ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. GM കോമേഴ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ നമ്മൾ ഈ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നതിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നൊരു രീതിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് അവലംബിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അസറ്റിൻ്റെ പേര് ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സ് എന്നാണ്. ഫർണിച്ചർ നമുക്കറിയാം, ഓഫീസ് ഉപകരണങ്ങളൊക്കെയാണ്. ഫിക്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാന്, ലൈറ്റ്, ഫിറ്റിങ്സ് ഇങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ ഫിക്സേഴ്സ് എന്ന് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നാണ്. അതായത് 200 രൂപ വെച്ച് ഓരോ പ്രാവശ്യവും നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. അതായത് സ്ഥിരമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആദ്യത്തെ എൻട്രി നമ്മൾ നോക്കിക്കോളുക. നമ്മൾക്കിടെ കയ്യിലൊരു 4,000 രൂപയുടെ അസറ്റ് ഉണ്ടായിരുന്നു. അതായത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, ഫർണിച്ചർ തെറ്റിപ്പോയി, ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഒന്നാമത്തെ വർഷം നമ്മുടെ 4,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ 200 രൂപ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. അപ്പോൾ നമ്മൾ എഴുതി വെച്ചു, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ 200 ടു ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സ് അക്കൗണ്ട്. ഇനി ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ട് സൈഡും ബാലൻസ് ചെയ്തു, ഈക്വലൈസ് ചെയ്തു. അപ്പം 4,000 രൂപയുടെ ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. അതിൽ 200 രൂപ നമുക്ക് നഷ്ടം വന്നു, അല്ലെങ്കിൽ തേയ്മാനം സംഭവിച്ചു. ബാക്കി 3,800 രൂപയുണ്ട്. രണ്ട് സൈഡും ഈക്വലാക്കി. എന്നിട്ട് രണ്ടാമത്തെ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മുടെ കയ്യിൽ എത്ര വാല്യൂ ഉണ്ട് ഫർണിച്ചറിൻ്റെയും ഫിക്സേഴ്സിൻ്റെയും? അത് 3,800 ഇവിടുത്തെ വാല്യൂ.
ഇപ്പോൾ നമ്മളിവിടെ 3800 എഴുതി വെച്ചു. ഇനി രണ്ടാമത്തെ വർഷത്തിൻ്റെ അവസാനം നമ്മൾ 200 രൂപ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. ബാക്കി നമ്മുടെ കയ്യിൽ 3600 രൂപയുള്ളത്. ആ 3600 രൂപ നമ്മൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തു, ബ്രോഡ് ഡൗൺ ചെയ്തു 3600. ഇനി മൂന്നാമത്തെ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മുടെ കയ്യിൽ 3600 രൂപയുണ്ട് ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്. ആ മൂന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം നമ്മൾ 200 രൂപ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. ഇനി രണ്ട് സൈഡ് ഈക്വലാക്കി. അപ്പം 3400 ആയി. ആ 3400 നമ്മൾ ഇവിടെ ബ്രോഡ് ഡൗൺ ചെയ്തു. അതായത് നാലാമത്തെ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മുടെ കയ്യിൽ 3400 ഉണ്ട്. നാലാമത്തെ വർഷത്തിൻ്റെ അവസാനം നമ്മൾ ഡിപ്രിസിയേഷൻ 200 രൂപ ചാർജ് ചെയ്തു. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തപ്പോൾ 3200 രൂപയാണ്. അത് നമ്മൾ അഞ്ചാമത്തെ വർഷത്തിൻ്റെ ഓപ്പണിംഗ് ബാലൻസിൽ നമുക്ക് 3200 ഉണ്ട്. ഇതൊരു ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയാം. നിശ്ചിത തുക ഓരോ വർഷവും നമ്മളിങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചാർജ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടാണല്ലോ ഈ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തേക്കുന്നത് 200 രൂപയ്ക്ക്. ഇനി ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നമുക്കിപ്പോൾ 200 രൂപ ഡെബിറ്റ് ഉണ്ട്. ആ 200 രൂപ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പോൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പം ലാഭത്തിൽ നമ്മുടെ 200 രൂപ കുറഞ്ഞ് ഇങ്ങനെ ഓരോ വർഷവും കുറച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഒരു മെത്തേഡ്. ഇനി മറ്റ് ചില മെത്തേഡുകൾ പറ്റി നേരത്തെ പറഞ്ഞിരുന്നു. അത് ഓരോ ബിസിനസ്സിൻ്റെയും സ്വഭാവവും സാഹചര്യവും അനുസരിച്ച് നമ്മളത് കറക്റ്റ് ചെയ്യണം. ഇനി GM കൊമേഴ്സിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇനി അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. അതേക്കും നന്ദി, നമസ്കാരം.